രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ, നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. യെശയ്യാ 9:2. അന്ധകാരത്തിൽ നടന്ന ജനം ഒരു മഹത്തായ പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു വലിയ പ്രകാശം ഉദിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ സ്പർശവുമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഇന്ന് ദൈവത്തിന്റെ കരം നീളുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു പ്രശ്നത്തിലേക്കാണ്. ഭയം, ഫിയർ, ഓരോ വ്യക്തിയും കടന്നു പോകുന്ന ഈ ഒരു പ്രശ്നത്തിലേക്ക് ദൈവം കൈവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭയം എന്നത് ഒരു സ്വാഭാവിക കാരണം മാത്രമോ അല്ല. ജോഷുവയുടെ പുസ്തകം 1-7 ബൈബിൾ പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, മോശയുടെ നിയമങ്ങളിൽ നിന്ന് ഇടം വലം നീ ചലിക്കരുത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇടം വലം ചലിക്കാതെ ദൈവത്തിന്റെ നിയമങ്ങളുമായി മുന്നോട്ട് പോകുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ശക്തനും ധീരനുമായി ലോകത്തെ നേരിടുവാൻ നിനക്ക് സാധിക്കും. ചെറിയ നിസ്സാര സംഭവങ്ങളാകാം, നിസ്സാര ക്ഷീണങ്ങളാകാം, നിസ്സാരമായ പ്രശ്നങ്ങളാകാം. എന്തിനേയും ഭയപ്പെടുന്ന തലമുറകൾക്ക് ഒരു സുവിശേഷമാണ് ഇന്ന് കടന്നു വരിക. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. കരുണയോടെ, വലിയ അനുകമ്പയോടെ ദൈവത്തിന്റെ ഇടപെടലിനായി നമ്മൾക്ക് കാത്തിരിക്കാം. എവിടെയെങ്കിലും പാപത്തിന്റെ ഒരു തുള്ളി അംശമെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ദൈവമേ വിശുദ്ധീകരിക്കണമേ എന്ന് കർത്താവിന്റെ മുന്നിൽ ഒന്ന് കുമ്പസാരിക്കാം. ദൈവം നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഭയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഓർമ്മകൾ നിന്നെ ദിനവും അലട്ടുന്നുവോ? ഭയം നിന്നെ വേട്ടയാടുന്നുവോ? എന്തിന്, എങ്ങനെ, ആര് എന്ന ചോദ്യങ്ങളിൽ നീ ഭയത്തോടെ വ്യാപരിക്കുന്നുവോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിന്നെ അലട്ടുന്നുവോ? പ്രകൃതി പോലും നിനക്ക് ഭയമാകുന്നുവോ? ശബ്ദം നിനക്ക് പേടിയാണോ? ഓർമ്മകൾ നിനക്ക് വേദനയാകുന്നുവോ? ഇതാ, സകല വേദനകളും ഭയങ്ങളും ദൈവം ഏറ്റെടുക്കുന്നു. ക്രൂശിതന്റെ കരം നിന്നെ സുഖമാക്കുന്നു. പ്രത്യാശയുടെ ദൈവം യേശു നിനക്ക് സൗഖ്യമേകുന്നു. ദൈവപുത്രന്റെ സൗഖ്യം നേടിയാൽ നിന്റെ ജീവിതം പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. മുറിവേറ്റ കരത്തിനാൽ ദൈവം നിനക്ക് സൗഖ്യം നൽകുന്നു. ഭയം ഇനി നിനക്കില്ല. ദൈവമാണ് നിന്റെ കാവൽക്കാരൻ. ജോബിന്റെ പുസ്തകം 3-ാം 24, 25, 26 വാക്യങ്ങൾ. നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം, ജലപ്രവാഹം പോലെ നിരന്തരം ഞാൻ ഞരങ്ങുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല. ഞാൻ ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ജോബ് പറയുന്നൊരു വാക്യം വളരെ പ്രധാനമാണ്. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചു എന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലും ചില ഭയങ്ങൾ നമ്മുടെ അകത്തൊളിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ അവയെ പുറത്തു കൊണ്ടുവരുമ്പോൾ അതേ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള
കാരണമായി മാറിമറിയും. കഴിഞ്ഞ നാളിൽ ഞാനൊരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു കാരണമുണ്ടായി. ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു ചെന്ന സമയത്ത് ഒരു മഴയും അല്പ അന്ധകാരവും വ്യാപരിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള വ്യക്തികൾ ഒരു കാരണം പറഞ്ഞു. ഈ സമയം ഞങ്ങളുടെ ചാച്ചനുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് കട്ടിലിന്റെ മുകളിലോ കട്ടിലിലോ കയറ്റിയിരുത്തുമായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ചാച്ചന് ഇടിയും മഴയും പേടിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മക്കൾ വെളിപ്പെടുത്തി, ഇങ്ങനൊരു സംഭവമുണ്ടായി. ഇവരുടെ ചെറിയ കാലത്ത് ഇവരിൽ ഒരാൾ ഒരു മഴയത്തെടിവെട്ടില് ഒരു പ്രത്യേക സംഭവത്തിലൂടെ കടന്നുപോയി. ഈ സംഭവത്തിന്റെ നൊമ്പരം ചാച്ചനെ വലിയൊരു ഭയത്തിലേക്ക് നയിച്ചു. പിന്നീട് ഉച്ച കഴിഞ്ഞ സമയത്ത് ചാച്ചൻ ഒരിടത്തും യാത്ര ചെയ്യാറില്ല. യാത്ര ചെയ്യണമെങ്കിൽ മഴയുള്ള സമയമോ ഇടിവെട്ടുള്ള സമയമോ ആണെങ്കിൽ ചാച്ചൻ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും വീടിന്റെ അകത്തേക്ക് ഓടിക്കയറും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഉള്ളിലെ ഒരു ഭയം ആ ചാച്ചന്റെ മരണം വരെയും നീണ്ടുവെന്ന് അവർ വ്യക്തമാക്കി. എവിടെയാണ് കുഴപ്പം? എവിടെയോ ഒരു ഭയം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ഓർക്കുക, അത് കാലങ്ങളുടെ നടുവിൽ നമ്മൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, ഇവിടെ വലിയൊരു കാര്യത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. ഭയം. യഥാർത്ഥത്തിൽ ദൈവം ഭയം നമ്മൾക്ക് നൽകുന്നുണ്ടോ? ഭയത്തിന് ഏതാണ് ആത്മീയ വശങ്ങളുള്ളത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ബൈബിളും മെഡിക്കൽ സയൻസും ഭയത്തെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുക? നമ്മൾക്കൊന്ന് കേൾക്കാം. ദൈവം ഈ ഭയത്തിലൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൈബിളും മെഡിക്കൽ സയൻസും 3 തരത്തിലുള്ള ഭയത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുക. ഒന്ന്, ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവഭയമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, ഒന്നാമത്തെ ഭയമായ ദൈവഭയം, അതിൽ ഭയമേ ഇല്ല. കാരണം ദൈവം ഇത് നൽകിയിരിക്കുന്നത് ഓരോ വ്യക്തിയും പാപത്തിന്റെ സാഹചര്യങ്ങളിൽ പിന്തിരിയുവാനും ഏതെങ്കിലും സമയത്ത് പാപത്തോട് ബന്ധമുണ്ടാകുമ്പോൾ ദൈവഭയം അവനെ പാപത്തിൽ നിന്ന് പിന്തിരിയലിലേക്ക് കൊണ്ടുപോകുവാൻ കാരണമാക്കി മാറ്റും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മദ്യപാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് എന്നിലേക്ക് തോന്നുന്ന ഒരു ദൈവഭയം, എൻ്റെ കുടുംബത്തിൽ ഇത് രോഗമാകാം, എനിക്ക് നഷ്ടമാകാം എന്ന് വിചാരിച്ചാൽ ദൈവത്തിന് മുന്നിൽ തീരുമാനമെടുക്കുവാനും ആ ഭയത്തിലൂടെ നമ്മൾക്ക് ആ പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും കാരണമാകാം. ദൈവത്തിന് പ്രിയപ്പെട്ടവനേ, അതുകൊണ്ട് തന്നെ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. രണ്ടാമതായി, ലോകത്തിൽ കടന്നു വരുന്ന ഒരു ഭയം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് സ്വാഭാവികമായ നാച്ചുറൽ ഫിയർ ആണ്. ദൈവം നാച്ചുറലായി സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ചില ഭയത്തെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അർത്ഥം പിന്നീട് അതിനെ പേടിക്കണമെന്നല്ല. ഈ ആക്സിഡന്റ് പോലുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തേണ്ടി വരും. പിന്നീടുള്ള എൻ്റെ ഡ്രൈവിങ്ങും എൻ്റെ യാത്രയിലും അതേ സാഹചര്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ കടന്നു വരുമ്പോൾ ഞാൻ എന്നെ തന്നെ തിരുത്തുവാൻ ഈ ഒരു കാര്യം കാരണമാക്കാം. ഇതുപോലെ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാത്തമാറ്റിക്സിന് ഞാൻ ഒന്ന് തോറ്റുപോകാം. പിന്നീട് എനിക്ക് മാത്തമാറ്റിക്സിനോട് എനിക്കൊരു ഭയം തോന്നുന്ന സാഹചര്യം ഉണ്ടാകാം. അതിൻ്റെ അർത്ഥം ഈ ഒരു സബ്ജക്റ്റിനെ ഞാൻ ബുദ്ധിയോടുകൂടി വീക്ഷിക്കണമെന്നും കൂടുതൽ പ്രിപ്പയർ ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സബ്ജക്റ്റിനെ വെറുക്കാതെ അതിൽ കൂടുതൽ ആഴപ്പെടുവാൻ ദൈവം നാച്ചുറൽ ഫിയർ കൊണ്ട് നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയും. പക്ഷേ ഓർക്കുക, പലപ്പോഴും സ്വാഭാവികമായി കടന്നു വരുന്ന ഭയത്തിന് 2 സാഹചര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത് പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആകാം. ലോകത്തിൽ കുറെ വംശങ്ങൾ ഇതിനെ നെഗറ്റീവായി എടുക്കാറുണ്ട്. ഒരു ആക്സിഡന്റിന് ശേഷം പിന്നീട് ആക്സിഡന്റിനോട് ഭയങ്കരമായ ഭയമുണ്ടാകുന്ന സാഹചര്യം. മറ്റു ചിലരാകട്ടെ മാത്തമാറ്റിക്സിന് തോറ്റാൽ പിന്നീട് മാത്തമാറ്റിക്സ് എനിക്ക് വലിയ പ്രശ്നമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ വെറുക്കുന്ന സാഹചര്യം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നെഗറ്റീവായി വരുന്ന കാര്യത്തെ
ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ദൈവം പരിപൂർണമായി നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമതായി ദൈവം നമ്മുടെ മേൽ അയക്കുന്ന അനുഗ്രഹം എന്ന് പറയുക ഭയത്തെ നേരിടുവാനുള്ള കരുത്താണ്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ അൺനാച്ചുറലായ ഒരു ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ ഭയമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം ഇതൊരിക്കലും എൻ്റെ അകത്ത് നിക്ഷേപിക്കപ്പെട്ട കാര്യമല്ല, പുറത്തുനിന്ന് എന്നെ ആക്രമിക്കുന്നതാണ്. 2 തിമോത്തി 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളുടെ വായിച്ചു പോകുമ്പോൾ 8-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു, ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഭീരുത്വത്തിന്റെ ആത്മാവ് ഇത് എക്സ്റ്റേണലായി പുറത്തുനിന്ന് നമ്മളെ ആക്രമിക്കുന്ന ഒരു ഭയമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ദുരാത്മാവുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ഇത് കടന്നു വരുന്ന ഒരു വ്യക്തിയിൽ വളരെ നിരാശാജനകമായി ചില സാഹചര്യങ്ങൾ കടന്നു വരാം. ഇങ്ങനെ കടന്നു വരുന്ന ഒരു വ്യക്തി പലപ്പോഴും വേദനയിലൂടെ വിജയത്തിൽ മുന്നോട്ട് പോകുവാൻ തടസ്സത്തിലൂടെ കടന്നു പോകുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിന് പ്രിയപ്പെട്ടവരേ, ലോകമെടുത്താൽ ലോകത്തിൽ ഇതുപോലുള്ള ഭയങ്ങൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനത്തെ ആക്രമിക്കുന്ന ഭയമെന്ന് പറയുക പബ്ലിക് സ്പീക്കിങ്ങിൽ, അതായത് സഭാകമ്പമായി കടന്നു വരുന്ന ഒരു ഭയമാണ്. സർവേ പ്രകാരം 70% മുകളിലാണ് ഈ ഒരു ഭയം വ്യക്തികളെ ആക്രമിക്കുന്നത്. എന്ന് വച്ചാൽ 70%-ലധികം ആളുകളും ഈ ഒരു സാഹചര്യത്തിൽ ജനത്തെ നേരിടുന്നതിന്, ജനത്തെ കൂട്ടിമുട്ടുന്നതിന് ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളിൽ കൈകൾ വിറയ്ക്കുകയും പെട്ടെന്ന് തന്നെ അവർക്ക് ഉറക്കമില്ലാതാവുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആളുകളോട് ഭയം തോന്നുകയും ചെയ്യുന്ന രീതിയിൽ അവരുടെ ജീവിതം മാറി മറിയാം. ഈ സഭാകമ്പത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് കഴുകി മാറ്റേണ്ടതാണ്. രണ്ടാമതായി സർവേ പ്രകാരം ലോകത്തിൽ കടന്നു വരുന്ന ഭയമെന്ന് പറയുക മരണത്തോടുള്ള ഭയമാണ്. ചില വ്യക്തികൾ കരുതും 40 വയസ്സ്, ചില വ്യക്തികൾ കരുതും 50 വയസ്സ്, ചില ആണുങ്ങൾ കരുതും എൻ്റെ കുടുംബത്തിൽ ആണുങ്ങൾക്ക് ആയുസ്സില്ല, ചില വ്യക്തികൾ പറയും എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ഇങ്ങനെ കടന്നു വരുന്ന അസ്വാഭാവികമായ ചില ഭയത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. ഇങ്ങനെ ഈ ഓരോ സാഹചര്യങ്ങളിലൂടെ ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവ നഷ്ടങ്ങളായി മാറും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ഓരോ ഭയത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാം. പക്ഷേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ ഈ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ദിവ്യകാരുണ്യത്തിലും കടന്നു പോകുമ്പോൾ പലപ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടെന്ന് നമ്മൾ കരുതാറില്ല. കഴിഞ്ഞ നാളില് ഒരു സ്ത്രീ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിച്ചത് വിഷയം ഇതായിരുന്നു: പാമ്പിനെ അവർക്ക് ഭയമാണ്. നമ്മളിൽ കുറെ വ്യക്തികളെ എടുത്താൽ ടിവിയിലൂടെ, സ്ക്രീനിലൂടെ, ഒരു പിക്ചറിലൂടെ ഒരു പാമ്പ് കടന്നു പോകുന്നത് കണ്ടാൽ ഭയപ്പെടുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഈ സ്ത്രീക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുക, അവൾ കിടക്കുന്നതിന് മുമ്പ് അവളുടെ ബെഡിന്റെ അടി, സകല റൂം, അതിന്റെ കോർണറുകളിൽ എല്ലാം ടോർച്ചടിച്ചും മറ്റ് സകല സാഹചര്യങ്ങളിലും തപ്പി നോക്കും. രാത്രിയിലുടനീളം ശരീരം മുഴുവൻ തപ്പി നോക്കും. ഏതോ ഒരു പാമ്പ് ബെഡിലുണ്ടെന്നോ ശരീരത്തുണ്ടെന്നോ അവർ കരുതി ഉറക്കമില്ലാതെ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് കടന്നു പോകുന്നതായി കാണുവാൻ പറ്റി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സാഹചര്യത്തെ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ അവർ പരിപൂർണമായി മോചിതരായി എന്നത് ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് വിമോചനമുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ നാളിൽ ഒരു കുട്ടിയുമായി സംസാരിക്കാൻ ഇടയായി. ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുക, എക്സാം വരുന്ന സമയം ഈ കുട്ടി ആകെ ഭയത്തിലേക്ക് കടന്നു പോകും. പിന്നീട് ആഹാരം കഴിക്കാൻ പറ്റില്ല. എക്സാമിന് മുമ്പ് പെട്ടെന്ന് തന്നെ വയറ്റിൽ ഇൻഡൈജഷൻ ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ ശരീരത്തിലെ ഹോർമോൺ, ഇമ്മ്യൂൺ സിസ്റ്റം ഇതെല്ലാം മാറ്റമുണ്ടായി. ഈ മകന് പഠിക്കുവാൻ തടസ്സം, പഠിച്ചത് എഴുതുവാൻ തടസ്സം, തലകറക്കം, തലവേദനകള്, ഇങ്ങനെ പല സാഹചര്യങ്ങൾ കടന്നു പോകുന്നതായി കണ്ടു. ഈ മകന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വെച്ചപ്പോൾ
ഈ ഭയത്തെ ദൈവം എടുത്തു മാറ്റുവാൻ കാരണമായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾക്ക് തരുന്നതിനെ നെഗറ്റീവായി കണ്ടാലും അസ്വാഭാവികമായി കടന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഭയത്തെ സൃഷ്ടിക്കുവാൻ കാരണമാകും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുണ്ടായ പെട്ടെന്നുണ്ടാകുന്ന മരണം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഏതോ സമയത്തുണ്ടായ ഇടിവെട്ടുകൾ, മഴ, മിന്നലുകൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ കടന്നുപോയ ഏതെങ്കിലും ഇഴജന്തുക്കളുമായി നമുക്കുണ്ടായ പ്രശ്നങ്ങൾ, പാറ്റ, പല്ലി, ഇതുപോലുള്ള നിസ്സാര സംഭവങ്ങൾ പോലും നമ്മുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഭയം സൃഷ്ടിക്കുവാൻ നൽകുന്നത്, ചിലപ്പോൾ നമ്മളെ ഒന്ന് തിരുത്തുവാൻ പറയുന്ന വാക്കുകൾ നമ്മുടെ അകത്തേക്ക് അടിച്ചു കയറാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അടിച്ചു കയറ്റപ്പെട്ട ആണി പോലെ അകത്ത് കിടക്കുന്ന സാഹചര്യങ്ങളെ കഴുകുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സാധിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഭയം, ഭയപ്പെടല് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുക. എങ്ങനെയാണ് ഇത് ഞാൻ തിരിച്ചറിയാൻ പറ്റുക? ഭയത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില സാഹചര്യങ്ങൾ, ചില സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഒന്ന്, ഭയത്തിലൂടെ പോകുന്ന വ്യക്തി പല തവണകളായി തലവേദനകള്, കൈകൾ വിറയ്ക്കുക, അതുപോലെ ശരീരം ഉണങ്ങി വരളുന്നത് പോലെ തോന്നുക, തൊണ്ട വരളുക, കൈയും കാലുകളും മരവിക്കുക, ഇതുപോലുള്ള സിംറ്റംസ് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായി കാണുവാൻ പറ്റും. ഭയം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ വിറങ്ങലിക്കുന്നത് പോലാകും. പിന്നീട് ഒന്നും ചെയ്യുവാൻ പറ്റില്ല. ആകെ ഒരു ലേസിനെസ്, മടി, മുന്നോട്ട് പോകുവാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഭയത്തിൽ ഉണ്ടാകുന്നതായി കാണുവാൻ പറ്റും. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അതിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയാണ്. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിന് നിങ്ങൾ വിധേയരായിരിക്കുവിൻ, സാത്താനെ നിങ്ങൾ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. 2 പോയിന്റ് വളരെ പ്രധാനമാണ് ഇതിന് സൊല്യൂഷനായി. ഒരു പരിഹാരം, ഒരു സൗഖ്യം ദൈവത്തിന്റെ കരത്തിന് നമ്മുടെ മേൽ കടന്നു വരണമെങ്കിൽ ഓർക്കുക, പോയിന്റ് നമ്പർ 1, ദൈവത്തിന് വിധേയരായിരിക്കുക. ഓർക്കുക, ദൈവത്തോടുള്ള വിധേയത്വം, അതിനുശേഷമാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിലല്ലാതെ പ്രതികരിച്ചതുകൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട് ഭയത്തെ നേരിടാമെന്ന് കരുതിയാൽ തെറ്റാണ്. ക്രിസ്തുവാകുന്ന ആത്മധൈര്യത്തിലൂടെ വേണം ഭീരുത്വത്തിന്റെ ആത്മാവിനെ പുറത്താക്കുവാൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, സാത്താനെ ചെറുത്തു നിൽക്കണം. ഓർക്കുക, നിങ്ങൾ ഒരു പട്ടിയെ കണ്ട് ഓടുകയാണെങ്കിൽ ആ പട്ടി നിങ്ങളുടെ പുറകെ കടന്നു വരും. എന്നാൽ നിങ്ങൾ ഒരു കല്ലെടുത്ത് ആ പട്ടിയെ എറിയുകയാണെങ്കിൽ ആ പട്ടി നിങ്ങളിൽ നിന്ന് ഓടിയകലും. ഇതുപോലാണ് ഭയവും. ഭയത്തെ എതിർക്കുവാൻ നിങ്ങളുടെ കയ്യിൽ ദൈവം ഒരു കല്ല് തന്നിട്ടുണ്ട്. ഗോലിയാത്ത് ദാവീദിന്റെ മേൽ ആക്രമിക്കാൻ കടന്നു വന്നു. പക്ഷേ ദാവീദ് ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ആ കല്ല് മറ്റാരുമല്ല, പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാണ്. ആ കല്ലാണ് നസ്രായനായ യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മളുടെ ദൈവം എന്ന് പറയുക ദാവീദിന്റെ ദൈവമാണ്, ഗോലിയാത്തിന്റെ ദൈവമല്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് ഭയത്തെ തോൽപ്പിക്കുവാൻ, ഭയത്തെ ഭയപ്പെടാതെ ജീവിക്കുവാൻ, ആത്മധൈര്യത്തോടെ പോകുവാൻ, ഏത് സാഹചര്യമാണോ ഭയപ്പെടുന്നത് ദൈവത്തിന് മുന്നിലേക്ക് എടുത്തു വെക്കാം. സ്വാഭാവികമാകാം, അസ്വാഭാവികമാകാം. ഏത് സാഹചര്യമായാലും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്ന ഈ സാഹചര്യങ്ങളെ ഓർത്തെടുക്കാം. ചെറിയ പ്രായത്തിൽ അമ്മയിൽ നിന്ന്, നമ്മുടെ പിതാവിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് കടന്നു വന്ന സാഹചര്യങ്ങൾ, വാക്കുകൾ, അതുപോലെ ചില സംഭവങ്ങൾ, ഏതെങ്കിലും ജീവിതത്തിൽ എൻ്റെ കാലിലൂടെ കടന്നുപോയ ചില പാമ്പ്, എൻ്റെ ശരീരത്ത് കൂട്ടിമുട്ടിയ ചില അപകടങ്ങൾ എല്ലാം ദൈവത്തിന് മുന്നിൽ ഒന്ന് വിട്ടുകൊടുക്കാം. കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിക്കാം. നമ്മളായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിഴലിൻ്റെ കീഴിലാണ്. ക്രിസ്തു നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. യേശു നമ്മുടെ ജീവിതത്തെ ഇടപെടാൻ പോകുകയാണ്. ഈശോയ്ക്ക് നമ്മളെ വേണമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇരുകരങ്ങളും ഒന്ന് മാറോട് ചേർത്ത് വെക്കുക. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയാണ് ഭയത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുക? പഠനത്തിൽ ഭയമുണ്ടോ? ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളിലും ഭയമുണ്ടോ? ഒന്ന് ചിന്തിച്ചെടുത്തേ. അടച്ച കണ്ണുകള്,
യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നടന്നടുത്തേ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടന്നടുത്തേ. കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ക്രൂശിതനായവൻ തന്റെ വിരിച്ചു പിടിച്ച കരങ്ങളുമായി നമ്മളെ സന്ദർശിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മളെ തൊടുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തേ. ഈ ഭയം എൻ്റെ ഉള്ളിലൂടെ കടന്നു വന്ന് എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, എൻ്റെ ഹോർമോണുകൾ, എൻ്റെ കെമിക്കൽ സിസ്റ്റം ഇവിടെയെല്ലാം മാറ്റം വരുത്തി എൻ്റെ ഉദരത്തിൽ ചില അസിഡിറ്റികൾ, ചില തരത്തിലുള്ള രോഗങ്ങൾ, ചില വയറുവേദനകൾ, ചില ഉറക്കമില്ലാഴികകൾ, നെഞ്ചിൽ ഭാരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മുടെ കെമിക്കൽ ഏരിയകളെ, ഹോർമോണിനെ ഒക്കെ തൊടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുവാൻ പോകുന്നു. കണ്ണുകൾ അടച്ച് കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിലേക്ക് ചേർന്നിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവാണ് ധൈര്യം, പരിശുദ്ധാത്മാവാണ് ആത്മധൈര്യം. എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ദൈവത്തിലാണ്. ഞാൻ തോക്കത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ സകല കാര്യങ്ങളിലും എനിക്ക് വിജയം നേടാൻ പറ്റും. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ കടന്നു വന്ന എല്ലാ സംഭവങ്ങളും നിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ അടച്ച കണ്ണുകളിലൂടെ ദിവ്യകാരുണ്യം ഞാൻ ഏറ്റെടുക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുറിവ്, അതിൻ്റെ അകത്തെ മുറിവുകൾ ഈശോയുടെ തിരുവിലാവിലെ മുറിവ് പോലെ ഞാൻ എൻ്റെ നൊമ്പരങ്ങളെ, എൻ്റെ ഭയത്തെ നിന്റെ അകത്തേക്ക് ഒളിപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, നിന്റെ തിരിച്ചോര തുള്ളികളാൽ, നിന്റെ വലിയ ശക്തിയാൽ, നിന്റെ വചനത്താൽ എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ. ജനത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ, മരണത്തെ ഭയമില്ലാതെ നേരിടുവാൻ, രോഗത്തെയും ജീവനെയും നേരിടുവാൻ നിന്റെ വലിയ സാന്നിധ്യം അയക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളെയും ദൈവത്തിന് മുന്നിൽ ഉപേക്ഷിച്ച് മുറിവുകൾ, വീഴ്ചകൾ, അപകടങ്ങൾ, ഡ്രൈവ് ചെയ്യുവാനുള്ള ഭയങ്ങൾ, പഠനത്തോടുള്ളത്, സബ്ജക്റ്റിനോടുള്ളത്, ജീവിതത്തിൽ ചില ഇഴജന്തുക്കളോട് തോന്നുന്നത്, ചില വ്യക്തിത്വങ്ങളോട് തോന്നുന്നത്, എല്ലാ ഭയത്തെയും ഈ നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തേ. ഇതാ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരസ്പർശം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഈശോയെ, നിന്റെ വലിയ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഈ മേഖലയിൽ വലിയ വിമോചനമുണ്ടാകട്ടെ, വലിയ വിമോചനമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഒഴുകട്ടെ. പരിശുദ്ധാത്മാവ് തീ പോലെ വലിയ ശക്തിയാൽ ശരീരങ്ങളിൽ ഒഴുകി നിറയട്ടെ. ആന്തരിക മനുഷ്യന്റെ സകല മുറിവുകളും ക്രൂശിതന്റെ വലിയ മുറിവിനാൽ, ദിവ്യകാരുണ്യത്തിന്റെ വലിയ ശക്തിയാൽ കഴുകി വെടിപ്പാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ ദൈവം തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഈരടികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. നീറും മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ
കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. ഇതാ ദൈവപുത്രനായ യേശു നിന്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നു. അതെ, ദൈവപുത്രന്റെ കുരിശിനു താഴെ നിന്റെ തകർച്ചകളെല്ലാം ഉയർച്ചകളാകുന്ന അത്ഭുതം കുടികൊള്ളുന്നു. ഇനിയും നീ നിരാശയിൽ ജീവിതം തള്ളി നീക്കരുത്. നിന്റെ ആകുലതകൾ യേശുവിൻ്റെ നാമത്തോട് ചേർത്തു വച്ചതിനാൽ അവിടുന്ന് നോക്കിക്കൊള്ളും. യേശു അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇനിയും നീ വിലപിക്കരുത്. നിന്റെ തകർച്ചകളെ ഓർത്ത് കരയരുത്. ദൈവപുത്രനിൽ ആശ്രയം തേടിയ നീ നിരാശപ്പെടുകയില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ പിന്നാലെ പോയ ആരും ഇന്നോളം നിരാശപ്പെട്ടിട്ടില്ല. കരുണയുള്ള ദൈവം നമുക്കാശ്രയിക്കാനുള്ള സങ്കേതമാണ്, കോട്ടയാണ്. യേശു സകല ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ്. ശരിയല്ലേ? ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയാണോ? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയല്ലേ? പിന്നെന്തിനാണ് ഭയപ്പെടുക? ഒന്ന് ചിന്തിച്ചേ. ഈ ഭയം കൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മൾക്കുള്ളത്? ഇത് കടന്നു വന്നാൽ നമ്മൾ രോഗിയാവും. നമ്മുടെ ശരീരത്തെ അവൻ ആക്രമിക്കും. സ്പിരിറ്റ് ഓഫ് ഫിയർ അല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ നമ്മൾ ശക്തി പ്രാപിക്കും. ഇന്ന് ഒരു സൗഖ്യം നിങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലതുകരം മാറോട് ചേർത്ത് പിടിക്കാം. ബൈബിൾ തുറന്ന് യെശയ്യായുടെ പുസ്തകം 41 അധ്യായം 10 വാക്യം ഒന്ന് വായിക്കാം. വചനമിതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ വചനം പറയുന്നു,
ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകളെ, ആരെയാണ് ഭയപ്പെടുക? എന്തിനെയാണ് ഭയപ്പെടുക? ഈ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് എതിരെ നിൽക്കുക? റോമ 8:31 വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് ധൈര്യത്തോടെ പറയുക, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് എനിക്കെതിരെ നിൽക്കുക? നിങ്ങളുടെ ഭയത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ ദൈവം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. വചനം അത് മാറ്റാത്തതൊന്നുമില്ല. ഒരു ഇരുതല വാള് അകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ അകത്തുള്ള സകല ഭയത്തിൻ്റെ ആത്മാവിനെയും ദൈവം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, പറഞ്ഞുകൊണ്ടേയിരിക്കാം, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഈശോ എൻ്റെ പക്ഷത്തുണ്ട്, എൻ്റെ യേശു എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല എന്ന് പറഞ്ഞു നോക്കിക്കേ. എൻ്റെ ഈശോ എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുത്തുകയില്ല. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവൻ